വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഞാൻ കുറേ അധികമൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഓരോരോ നാട്ടിൽ പോയിട്ട് ഇങ്ങനെ പ്രസംഗിക്കുന്നു. നമ്മൾക്കുള്ള ഇൽമ് മറ്റുള്ള ആൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് നമ്മളെ കടമയാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ബിൻ ജബലോട് പറഞ്ഞു, നീ യമനിലേക്ക് പോകണം, അവിടെ ദീനിനെ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ മൂപ്പർ എന്ന് പറഞ്ഞ് ഞാനൊന്ന് ഉമ്മനോട് അന്വേഷിക്കട്ടെ, ഉമ്മ എന്ത് പറയുന്നു. അങ്ങനെ ഉമ്മാന്റെ അടുത്ത് വരും. ഉമ്മ പറഞ്ഞു, മോനെ നീ യമനിലേക്കൊന്നും പോകണ്ട, നീ പള്ളിയിൽ തന്നെ തങ്ങളെടുത്തിരുന്ന് തങ്ങളുടെ മുഖത്തിന് നോക്കിക്കൊണ്ടിരിക്കണി, അദ്ദേഹം നിനക്ക് മതി. അങ്ങനെ ഇയാൾ വന്നിട്ട് റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയെ, ഉമ്മ പറയുന്നത് നീ എവിടെയും പോകണ്ട, ഇവിടെ ഇരുന്നാൽ മതി, തങ്ങളുടെ മുഖത്തിന് നോക്കിയിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ റസൂലുള്ളാഹി പറയുന്നത്, ഒരാള് ഈ കൂടി ഒരാളിന് കേട്ട് അമൽ ചെയ്തെങ്കിൽ ദുനിയാവിലുള്ളതിന് എല്ലാത്തിനേക്കാളും. അപ്പൊ ദുനിയാവിലെന്ന് പറയുമ്പോ എല്ലാം പെട്ടില്ലേ, പിന്നെന്തൊരു മാകുട്ടി ഒമാഫിയാണ്. ദുനിയാവെന്ന് പറയുമ്പോ എല്ലായി, പിന്നൊരു ഒമാഫിയാന്റെ അർത്ഥം അതിൽ ഭിന്നോ എന്ന് പറഞ്ഞാൽ, ഉമ്മ പറഞ്ഞു, ഉമ്മ റസൂലുള്ളാഹിന്റെ മുഖത്തിന് നോക്കിയിരിക്കണം. അപ്പൊ റസൂൽ പറയുന്നു, ഒമാഫിഹ, ആ ദുനിയാവിലുള്ളതിന്റെ എല്ലാം നീ എന്റെ മുഖത്തിന് നോക്കുന്നതിനേക്കാളും അല്ലേ? വളരെ മനസ്സിലാക്കേണ്ട വിഷയം. റസൂലുള്ളാഹി നിങ്ങൾ അവിടെ നമ്മൾ ഈ വന്നിട്ട് പ്രസംഗിക്കുന്നത് ഇഖ്ലാസിന്റെ തിരക്കാണെങ്കിൽ ആദരവാക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മുടെ മുന്നിലുള്ളതും ആദ്യം തോന്നിപ്പോകും. ഇങ്ങനത്തെ ചില കാരണം കൊണ്ടിട്ടാണ് ഞാൻ പരത്ത് കൊല്ലം വളർന്നു പറഞ്ഞത് സാധിക്കാണ്ടാവുമ്പോൾ എനിക്ക് ഇനി സാധിക്കുന്നത് ഇത് മാത്രം ഏതെങ്കിലും ചോദിച്ച് പൂർത്തിയാക്കണം. അപ്പൊ അത് പല ആൾക്കാരും എന്നോട് ഫോൺ ചെയ്തിട്ട് മനസ്സിലാവാത്തതിനെ പറഞ്ഞോണ്ടായിരുന്നു. സുഖമില്ലാത്ത ആളുകൾ രണ്ടു കിട്ടിയ അങ്ങനെ പറയും. അപ്പൊ അതനുസരിച്ചിട്ട് നമ്മൾ ഈ നാട്ടിലേക്ക് വരുമ്പോ ഈ നാട്ടില് ഞാനുണ്ടാവുമ്പോ കണ്ട ആൾക്കാർ ഇല്ല. അത് ഈ ഏട നോക്കുമ്പോ കാണുന്നില്ല. ഒന്ന് രണ്ട് മൂന്നാളെ കാണുന്നത് ഏടെ പോയി. ഏടെ ആൾക്കാർ ഇപ്പൊ ഉണ്ട്. എന്റെ കൂടെ രാത്രി ഒന്നായിട്ട് കിടന്നുണ്ടായ ചെറുപ്പക്കാരുണ്ടായിരുന്നു. ഞാനിപ്പോ ഒരുപാടൊന്ന് സിയാറത്താക്കി വന്ന് സേഫ്റ്റ് പുറത്തോർക്കാം. ഏടെ പോയി. ദുനിയാ മുദ്ബിറത്തിൽ വഹഖറത്തിൽ ആഖിറ മുഖബില ഫഇന്ന ലികുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂൻ ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയാ ഖാല റസൂലുള്ളാഹി. ഖാല റസൂലുള്ളാഹി പറയുന്നത് നമ്മളെ രണ്ട് നാട്ടിൽ പറയാം. റസൂലുള്ളാഹി പറഞ്ഞു, ദുനിയാ മുദ്ബിറത്തിൽ, ദുനിയാവിൽ ഇങ്ങനെ പോയോണ്ടിരിക്കുന്നത് വൈകിട്ട് ആഖിറ എന്ന് പറയുന്ന ഖബറും മഹ്ശറിലേക്ക് നമുക്ക് അടുത്തോണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ 1 മണിക്ക് ഖുതുബക്ക് കയറിയ ആ ഖുതുബ കേൾക്കാൻ വേണ്ടി ഇരുന്ന ആൾക്കാരെല്ലാം ആഖിറത്തിലേക്ക് അടുത്തോണ്ട് പോകുന്നു. നിങ്ങളെ ഒരു ഉസ്താദിന്റെ അബൂബക്കർ ഹാജി, എന്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം രാത്രി കിടന്നു 11 മണി രാത്രി ആകുമ്പോൾ 3 മണി രാത്രി വിളിച്ചു പറഞ്ഞ്, എനിക്ക് ഖബറ് പിടിക്കുന്ന കിനാവ് കണ്ട പോലാന്ന്, മരിച്ചെങ്കിൽ മോഹന്നു എന്നെ മറപ്പാടണോ? അതെല്ലാം അല്ലാഹു തആല ഓരോ. അതുകൊണ്ടല്ലേ ദീൻ ഇറങ്ങിക്കുന്നത്. രാവിലെ എണീക്കുമ്പോൾ മരിച്ചു. ആ മരിച്ച ആ മഹാനാണ് മറപ്പാടി. അപ്പൊ അയാളെ തീർന്നാണ്. ഇനി അതിന്റെ അപ്പുറമുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉറപ്പ് നോക്കണം. അപ്പൊ ഇതെല്ലാം ഞമ്മ ഓർമ്മിച്ചിട്ട് വെക്കണോ? ഞാൻ പറഞ്ഞ എന്റെ വലിയ അടുത്ത സുഹൃത്ത് സേക്ക് പോണം പിടിച്ചോണ്ടായിരുന്നു. കിടാവിനെ കയ്യിൽ പിടിച്ച് കിടാവിനെടുത്ത് വന്ന് ചെല്ലി തീർന്നു.
പിന്നെ അങ്ങനെ ദൈവത്തിൽ ഇങ്ങനെ സാധ്യമല്ല. അതുകൊണ്ടല്ലാഹു നമ്മുടെ ആയുസ് നീളമാക്കട്ടെ. ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി എന്ത് വിഷയം പൊത്തുപയിൽ ഒരു വിഷയം അതിനെപ്പറ്റി 5 മിനിറ്റ് ഞാൻ സംസാരിക്കും. അധികം ഇയാളൊന്നും പരിചയമില്ല. ഈ നാട്ടുകാരനെല്ലാം തോന്നുന്നു ചിലപ്പോ അന്ന് ഓരോന്നും തൊണ്ടരത്താടി വെച്ച് ആരറിയുന്നുണ്ടായിരുന്നു. ഓ ആരും ചെറിയ നോക്കിയ പോലുണ്ട് അല്ലേ? നമ്മുടെ ആയുസ് വായിക്കുന്നത് അള്ളാഹു പറയുന്നു അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് പോലെ അവർ മനസ്സിലാക്കിയില്ല. എത്ര പേര് പറക്കുന്നുണ്ട് അള്ളാന്റെ മനസ്സിലാക്കിയത് ക്രമത്തിൽ എന്താണ് മനസ്സിലാക്കിയിട്ടില്ല. ഒരാള് ഒരു പെണ്ണിനെ ചങ്ങായിപ്പാടാക്കി നിൽക്കുള്ളൂ. ചെന്നിട്ട് ഒരു പുതത്തോട് വിളിച്ചോ ഉദാഹരണം വിളിച്ചോ പോയിട്ട് ഈ പെണ്ണുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുമ്പോ ഓന്റെ യജമാനയുടെ ബന്ധം കാണുന്നു. ഓന്റെ പണ്ടീനപ്പുറം പോനായിപ്പുറം കൊണ്ട് ആർക്കിപ്പോ സ്ഥാനം കൊടുത്തേ മുതലാളി അങ്ങനെ നമ്മൾക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ ചെയ്തു തന്നിട്ട് മനസ്സിലാക്കണം. വളരെ ചിന്തിക്കേണ്ട വിഷയം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അന്ന് നമ്മുടെ മുന്നിൽ വിചാരിക്കണം അല്ലാഹു അക്ബർ. തക്ബീറത്തിൽ ഇഹ്റാം കഴിഞ്ഞാൽ ആ സുജൂദിലേക്ക് പോകുന്ന അതേ ജാഗത്ത് നോക്കണം. നിസ്കാരത്തെ ഖുശൂ കിട്ടുന്നുണ്ട് അവിടേക്ക് നോക്കണം. അപ്പോൾ ഇവർ നോക്കുക. അപ്പൊ കൈ കാണുന്ന സമയം ഹമീദ ഈ 2 കൊമ്പുകളില് ഇല്ലെങ്കിൽ ഹമീദ അവല് അതുകൂടെ അപ്പൊ അള്ളാഹു നിന്റെ മുന്നിലുള്ള പോലെ ആവുന്നു. അള്ളാഹു അങ്ങനെ ചൊന്നതാ നബിയോട് ചൊല്ലി ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅ. നബിയെ തങ്ങളിൽ ആരെങ്കിലും മലയാളത്തിൽ ചൊല്ലി യൂട്യൂബിൽ കേരളത്തിൽ ഉപയോഗിക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ നട്ടിലേക്ക് മനസ്സിലാക്കണം എന്താ പറഞ്ഞത്. ഇതാ സഅലക ഇബാദി എന്റെ അടിമകൾ തങ്ങളോട് ചോദിച്ചാൽ എന്താണ് അന്യ എന്റെ വിഷയത്തിൽ അള്ളാഹു മുട്ടുള്ള ദൂരമാണ്. ദൂരമുണ്ടെങ്കിൽ നിങ്ങൾ പിടിച്ചിട്ട് പറയാം, അടുത്തുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് സംസാരിക്കാം. മനസ്സിലായില്ലേ? ദൂരമുണ്ടെങ്കിൽ വിളിക്കാം, മുട്ടുണ്ടെങ്കിൽ രണ്ട് വിഷയം എന്താക്കുന്നുണ്ട ഇതാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതാ നീ ചൊല്ലു കരീബ് ഞാൻ ചട്ട മുട്ടായിട്ടുള്ളത് നിക്ക് എന്ത് അകത്തുള്ള അതിനുണ്ടെങ്കിൽ കേൾക്ക്, എന്നോട് ചോദിക്കുക, ഞാൻ നിനക്ക് തരാം. അല്ലാഹു തആല വഅദ ചെയ്തതാണ്, ഞാൻ നിനക്ക് തരാം. എങ്ങനെ തരാൻ? നമ്മുടെ കൽബിന്റെ ഉള്ളിൽ ഞങ്ങളുടെ കണ്ണ് കട്ട് നോക്കുന്നില്ലേ? കണ്ണ് കട്ട് നോക്കിക്കൊണ്ടേക്ക് കട്ട് നോക്കുന്നുണ്ടല്ലോ. ഒരു പെണ്ണെ നിന്നുകൊണ്ടാണ് ബൈക്കിൽ പോകേണ്ടത് ഇങ്ങനെ വയ്ക്കണം. നോക്കില്ലേ, ചിലർ ബണ്ടാറുണ്ട് കേൾക്കുന്നുള്ളൂ. അപ്പൊ ഈ ബൈക്കിൽ പോകേണ്ടത് ഇങ്ങനെ അതിനകത്തുണ്ടാവും. ഖൽബിന്റെ അകത്ത് മറച്ചു വെച്ച വിഷയം സഹീഹുൽ ബുഖാരിയിൽ കാണുന്ന ഒരു ചരിത്രത്തിലുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നല്ലോണം മനസ്സിലാക്കണം. അപ്പൊ എന്തേക്ക് മൈലേജാണ്
എന്തിന് ആയിഷ ബീവിയുടെ നമ്മളെ വീട്ടിലേക്ക് ഒരു സ്ത്രീ വന്നുണ്ടായിരുന്നു. വന്നിട്ട് പലരുടെ പണിയെല്ലാം എടുത്തിട്ട് പോകും. അതിന് ഒരു പാട്ട് പാട്ടി ഉണ്ടായിരുന്നു. ആ അരഞ്ഞനെ കട്ടിട്ട് പോയ ആ നാളില് പിന്നെ മനസ്സിലാക്കുന്നു. ആ കണ്ണന്റെ അരഞ്ഞാണ കട്ടിട്ട് പോയ അവസരത്തിലുള്ള ആ സംഭവത്തിന്റെ ദിവസം അതിന്റെ പാട്ട് പാടിക്കൊടുത്തു. ആയിഷാബീവി ഇപ്പോൾ ചോദിക്കാൻ വിചാരിക്കുന്നു, മറന്നു. ഒരു ദിവസം ആയിഷാബി ഓർമ്മിച്ചു കേട്ടു, നീ എന്തിന്റെ ആ ബൈക്കപ്പൊണ്ടി പാട്ടിനെ അതെന്ത്? അപ്പൊ ഈ പെണ്ണുങ്ങൾ പറയുന്നത് കറുത്ത പെണ്ണുങ്ങൾ. ആ പെണ്ണുങ്ങൾ പറയുന്നത്, ഞാന് ഒരു അറബിന്റെ വീട്ടിലായിരുന്നു അടിമയായി. ആ അടിമയായ ഞാൻ അവരുടെ വീട്ടിലൊരു മംഗലം വന്നു. ആ മംഗലത്തില് അവിടുത്തെ പണിയെടുക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ച് എന്ന് മാത്രമല്ല, അവിടെ നടുക്ക് കെട്ടുന്ന പട്ട അവിടെ നടുലുണ്ടതിന് അവിടെ കുളിക്കുന്ന ജാതി കുറച്ച് ദൂരം. ആ ദൂരത്തെ സ്ഥലത്തേക്ക് ഇവളെ കൂട്ടിട്ട് പോയി ഓണം കഴിക്ക് നേരെ ബാത്റൂമിലൊക്കെ കുളിക്കാൻ. കേട്ടോ? ഇല്ല, ചൊല്ലാൻ കേൾക്കുകയാണ്. തൊന്നിട്ടില്ല. ഉള്ളിലേക്ക് പോയി ഈ പെണ്ണ് ഞാൻ ഈ സാധന വെച്ചിട്ടുണ്ട്. അപ്പോൾ കിടി കിടി എന്ന് പറഞ്ഞിട്ട് അത് പാറയോട് പറഞ്ഞിട്ട് മാങ്ങ വെച്ചിട്ട് പോയി. അത് മനസ്സിലാക്കി ഇറച്ചിന് കിട്ടാനിട്ട് അതെടുത്തിട്ട് പോയി. ഓരോ കുളിച്ചിട്ട് വരുന്നത് കാണുന്നില്ല. എങ്ങനെ നോക്കുമ്പോ കാണുന്നില്ല. അള്ളാനെ മനസ്സിലാക്കണോ? ഏത് നിലക്ക് നോക്കുമ്പോ കാണുന്നില്ല. എന്നെ പിടിച്ചു വെച്ച് എന്റെ ശരീരം ഒട്ടാകെ അവർ ചക്കാക്കി എന്ന് മാത്രമല്ല, എന്റെ മുൻദ്വാരത്തിലേക്ക് കുടിക്കും അവർ ചക്കലേക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒളിപ്പിച്ചു വെച്ചതാണ്. ഞാൻ പറഞ്ഞാൽ കിട്ടിക്കൊണ്ടേ സമ്മതിക്കുന്നേ. ഇങ്ങനെ ആളുകൾ കുട്ടികളോട് തച്ചു. അപ്പൊ ഒരു കിട്ടി പറയോ വന്നിട്ട് ഇവരെ നടുക്ക് ഈ മാലനെ എടുത്ത് പോയി. മനസ്സിലായപ്പോ എനിക്ക് ഇവ ദ്വാരം തന്നാലേ എന്തോ അങ്ങനെ ആ മാല കിട്ടി. കിട്ടിട്ടാകുമ്പോ കുറച്ച് ബേജാറായിട്ട് എന്നെ ഇത്താക്കി കിട്ടുന്നു, സ്വതന്ത്രനായിട്ട് കിട്ടി എന്നെ. ഞാൻ അങ്ങനെ പണ്ട് മദീനയിലേക്ക് എത്തിയതാണ്. അങ്ങനെ നിങ്ങളെ പുഴയിലേക്ക് ഞാൻ വന്നുകൊണ്ടുള്ളേ എന്ന് ആര് പറഞ്ഞ് ഈ അടിമസ് പറയും. മനസ്സിലായെങ്കില മനസ്സിലായി ചമ്മി കേട്ടോണ്ടിരിക്കുന്നു. മനസ്സിലായി തൊഴിലുപയോഗിച്ചുള്ള അതിന്റെ ആദത്ത് മനസ്സിലായിട്ട് മനസ്സിലാക്കുന്നത് അല്ലേ? ഖുർആന്റെ വിചാരിക്കുന്നത് ഹല്ലത്താക്ക ഹദീസ് മൂസ നബിയുടെ ബോധിച്ചു വിട്ടത് ഖുർആൻ. അപ്പൊ നീ മനസ്സിലായി തറവ്. അങ്ങനെ ഈ പെണ്ണുങ്ങൾക്ക് റസൂലുള്ളാ ഒരു ചെറിയൊരു അവാക്കി കൊടുത്തു. സ്വയം ബുഖാരിയിൽ പറഞ്ഞു ചെറിയൊരു അവാക്കി അടിച്ചോണ്ട് പള്ളി വെച്ചിട്ട് ഭാഗത്ത് അടിച്ചോണ്ട് ഒരു നാളെ കാണുന്നില്ല. കാണുന്നില്ലാതാവുമ്പോ യോഗ ചെയ്ത് റസൂൽ വിളിച്ച് ആ പെണ്ണുങ്ങളോട് പോയി. നബി ആ പെണ്ണുങ്ങള് 2 ദിവസം മുമ്പ് മരിച്ചുപോയി. മരിച്ച എപ്പോഴും കുറെ രാത്രി എന്താ എന്നെ വിളിക്കാത്തത്? അല്ല, തങ്ങളെ ഉറപ്പിന് ബുദ്ധിമുട്ടാവേണ്ട ബേജാറായിട്ട് നമ്മൾ വിളിച്ചിട്ടില്ല. അപ്പൊ റസൂൽ ആ പെണ്ണുങ്ങൾക്കുള്ള കബറിനൊക്കെ കാട്ടോ എനിക്ക് കാണിച്ചു തരും. അങ്ങനെ റസൂൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ആ കബറിന്റെ അടുത്ത് നിന്നിട്ട് ആ കബറിനെ ആര് എന്റെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല യഅലമു ഖായിനത്തുൽ അയ്നി വമാ തുഖ്ഫി സുദൂർ. ഖൽബ് മറച്ചു വെച്ചതായിരിക്കുന്ന അല്ലാഹു കാണുന്നു. ആ പെണ്ണുങ്ങൾക്കുള്ള കൽപ്പന അല്ലാഹു നോക്കി ഓളിച്ച് കട്ടിട്ടില്ല, കട്ടത് പിന്നെന്നാണ്. ആ പക്ഷിക്കുള്ള കൽപ്പിനെ കേട്ടിട്ട് കൊടുക്കുക. അവിടെ പ്രശ്നം നടക്കുന്ന കൊണ്ടേക്കാളുണ്ട്. അല്ലാഹു എല്ലാത്തിനും ശക്തിയുള്ള കാണുന്നു.
ചെറിയ വിഷയമാണ്. ആ പക്ഷിന്റെ ഇത്ര വലിയ തലത്തിന്റെ ഉള്ളിലേക്ക് ഓരോ കടാട്ടം നടക്കുന്നുണ്ടാവും കണക്ക്. ഇങ്ങനത്തെ അള്ളാനെ അള്ളാനെ അനുസരിച്ചിട്ട് മനസ്സിലാക്കുന്നില്ല. ഇതിനുണ്ടായ ചെറുപ്പക്കാർ എല്ലാവരും ഈ കാര്യത്തിൽ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേടി എല്ലാ അവസരത്തിലും നമുക്ക് വേണം. ഞാൻ എപ്പോ മരിക്കും, കക്കൂസ് മുഖത്ത് പോകുമ്പോൾ തന്നെ കക്കൂസ് പോകുമ്പോൾ ചൊല്ലണ്ട് ചുമന്നു പോയി പറമ്പത്ത് നീ വിട്ടുപറക്കും എന്ത് ഈ കക്കൂസ് നിർവഹിക്കാമെന്നെങ്കിൽ കുറ്റം ചെയ്തതാണ് തോവനിയും ചെയ്തനാ ഇല്ല, അവൻ ദൂരിട്ട് വന്നിരാമത്തെ. ഇതിലർത്ഥം കണ്ട് അവന്റെ കൽപ്പനകത്ത് അള്ളാഹ് എന്നുള്ള ആ ജലാലത്തിന്റെ ഇസ്മ കൽപ്പന പതിക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒരു കാലത്തും കൽപ്പനകത്ത് പോകുക. അതിന്റെ മനസ്സിൽ എപ്പോഴും ദിക്കറിലെ വേണമോ, ദിക്കറിലെ നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും. നമ്മൾ പാണിയാക്കിങ്ങള ഹാരങ്ങനെ ആ കൊത്തി റോസന്റെ ആക്കിട്ടന്റെ കൂടെ പങ്കുചേരുന്നത് സ്വാധീനം. ഇമാം ഗസാലി ഇബ്രാഹിം ഒരു സ്ഥലത്ത് തന്നെ പോകുമ്പോ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ കിടക്കാൻ വേണ്ടി പോയി. എപ്പോഴും 25 മിനിറ്റായ 5 മിനിറ്റ് എപ്പോഴും ടൈം കിട്ടില്ലെങ്കിൽ ഇയാൾ പോയി. ഭയങ്കര ആളാണ് ആ ഇബ്രാഹിമിന്. അദ്ദേഹം പോയിട്ട് പള്ളിയിൽ കിടക്കും. പള്ളിക്ക് കിടക്കുമ്പോൾ മുക്കിലേക്ക് വിട്ടില്ല, കിടക്കും. എന്നെ ആരും അറിയോ, ഞാൻ ഇബ്രാഹിമിനകത്ത് അദ്ദേഹമാവട്ടെ ആരും ഞാൻ നിങ്ങൾക്ക് കിടക്കം വിടാതെ ഇയാൾ തന്നെ കിടക്കുമ്പോൾ കാലിനെ പിടിച്ച് പുറത്ത് നോക്കണം. കാലിന് പുറത്ത് കുണുത്ത് അവിടെ നോക്കുമ്പോൾ അപ്പുറത്ത് ഒരാൾ ചപ്പാത്തി ചുറ്റുകൊണ്ട് റൊട്ടി. അതിങ്ങനെ റൊട്ടി നോക്കി ഇങ്ങനെ ആക്കി റൊട്ടി ആക്കി 10 റൊട്ടി ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കും. ഇയാൾ പോയി അസ്സലാമു അലൈക്കും അവിടെ സലാമും മടക്കില്ല. ഇതേ സമയം ഒരേ നേരമത്ത് മടക്കി റൊട്ടി എടുത്ത് ആരെങ്കിലും വലൈക്കും അസ്സലാം സലാം എന്ത് നിങ്ങൾ ചെല്ലിയപ്പോ സലാം പറഞ്ഞു. അല്ല, ഞാനൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു വീട്ടിൽ ആ റൊട്ടി ചുട്ടിട്ടാവും. അതിന് വീട്ടിൽ ഞാൻ എന്താ നിങ്ങൾ അതിനെന്താക്കുന്ന ഞാൻ അബ്ബാനോട് എപ്പോഴും വരുന്നു. ഒരു നാട് ഒഴിവാക്കാണ് ദ്വാരം. എന്ത് ദ്വാരം? പലതും ദ്വാരുന്നത്. ഏറ്റവും വലിയ ദ്വാരം ഞാൻ ദ്വാരുന്നത് എന്റെ മരണം ഇബ്രാഹിമിനത് അതിന്റെ മടിയിലായിട്ടുള്ളൂ. എന്ത് ദ്വാരം കൊടുക്കുന്നത് അല്ലേ? ഇബ്രാഹിമിനത് അതിന്റെ മടിക്ക് തലവെച്ച് നിന്നിട്ട് മരിക്കൊള്ളുന്ന ദ്വാരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുബൈക്കിന്റെ കണക്കിലിട്ട് കൊടുത്ത് വിളിച്ച് പറഞ്ഞിട്ടേ ആ ദ്വാരനെ ഇജാബത്ത് ചെയ്യാൻ വേണ്ടി ഭർത്തക്ക് അയാളെ പോയിട്ടുണ്ട് കിടന്നിട്ട് നാളെ ഇബ്രാഹിമിന്റെ അക്കാമത്തോട് കൂടെ നാട്ടുകൊണ്ട് ചരിത്രമല്ലത്. അയാൾ മരിച്ചുപോയി. ഇതാണ് ഞങ്ങൾ ചെയ്യുന്ന അമാനുകളെ എല്ലാം ജാഗ്രതാക്കണം. അഞ്ഞൂറ്റി പറമ്പത്ത് നിങ്ങളുടെ ആക്കിയൊരു പുസ്തകത്തെ ഞാൻ ആക്കിയ ടൈം കഴിഞ്ഞില്ല. ഇപ്പൊ എത്തിച്ചായി ആ സമയത്ത് നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ തരണോ ഇങ്ങനെ അറുപത്തി പറമ്പത്ത് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ദിവസം ഇങ്ങനെ ചുറ്റിട്ട് പോയിട്ട് ഒരു പള്ളിയിൽ എത്തി. ആള് ഉസ്താദ് പറയാൻ പറഞ്ഞു ദർശനം നടത്തുന്നുണ്ട്. ഏതോ ഒരു കിതാബിനെ
ദർസ് നടത്തിയിട്ട് അപ്പൊ ഇയാൾ അവിടെ പള്ളിന്റെ മൂന്നിൽ ഇട്ടിട്ടുണ്ട്. പള്ളിയിൽ മൂന്നിൽ ഓരോ മസ്കലിൽ ചർച്ചയായി മുത്താലിമാണ് ഉസ്താദ്മാര് ചർച്ചയ്ക്ക് ഓരോ നിങ്ങളുടെ അഭിപ്രായം നോക്കി ലാസ്റ്റ് ഇമാം ഗസാലിയെ പറഞ്ഞു നോക്കാം എന്നോട് വെച്ച് എനിക്കത് കൊടുത്തില്ല. ആ നോക്കിയിട്ട് എല്ലാവരും കൂടെ തീരുമാനിച്ച് ഇമാം ഗസാലി പറഞ്ഞതാണ് കറക്റ്റ്. എന്നിട്ട് അൻപറാണ് ഗസാലി തോന്നിട്ടില്ല. എല്ലാവർക്കും നാണ് മാത്രം കൂട്ടി പറഞ്ഞ രാത്രി പോകുന്നത് കേരളത്തിലേക്ക് പോകുന്നത് വണ്ടി കയറി നിൽക്കാം. വീട്ടിൽ ഞാൻ കിടന്നിരുന്നു. താഴെ ഈ പള്ളിയിലുണ്ടായ രണ്ടാം ദിവസം ഒരു ഉസ്താദ് വന്നിട്ട് നല്ല കുട്ടികളൊരു എന്നെങ്കാലും താഴെന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ ചമക്കാനെടുത്തോണം. എന്റെ കാട് താഴെ മൂത്തിട്ട് വന്നിട്ട് ഒന്ന് വീട്ടിയ പോലെ വീട്ടിൽ മൂത്തൽ വീട്ടിൽ വന്നിട്ട് ഹസ്ബൻഡല്ലേ ഇന്ന് നിങ്ങളുടെ ജുമാക്കുണ്ടായില്ലേ ഇബ്ലീസിന്റെ പള്ളി അതെ നിങ്ങളാണ് പറയുന്നത് അവിടെ പോയിട്ട് എന്റെ എല്ലാവർക്കും പോയിട്ട് ആ ഗസാലി മാമിനെ പോലത്തെ മഹാത്മാക്കൾ അവർ വലിയ ആൾക്കാരാണ്. അവർ നമുക്കല്ല പഠിപ്പിച്ചു തന്നെ ആലിമീങ്ങളിൽ ഈ ദീൻ എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അള്ളാഹുവിനെ ഏറ്റവും പേടിക്കുന്ന ആളാണ് ആലിമീകൾക്കാണ്. മറ്റുണ്ടായവർക്ക് ആ പേടിയുണ്ടാവുക. ദുനിയായ ആലിമ ആൾക്കാരുണ്ട്. അവർ ദുനിയാവിനെ പൈസയാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസംഗമാക്കുക. ഏതെങ്കിലും നിലക്കുള്ള ഫുദൂലാത്താണ് ഇന്ന് മൈലാന്മാർ എടുത്ത് നോക്കിയാൽ കാണാം. ഗീബത്തിന്റെ പട്ട തന്നെ കേരളത്തിൽ ഇപ്പൊ അല്ലേ? അത് ഗീബത്താവൂലേ? ഈ പറയുന്നത് ഗീബത്താവും. ഒരു മുസ്ലിമിൽ നിന്നിട്ട് മറ്റൊരു പാർട്ടിനെ പറഞ്ഞാൽ അത് ഗീബത്ത് തന്നെയാണ്. അള്ളാഹു ഖുർആനിൽ വിരോധിച്ച ഗീബത്ത് തന്നെ പോകും. ആലിമീങ്ങൾ പറയുന്ന പണിയകത്ത് കുറച്ചത് മറ്റുള്ള രക്ഷിക്കട്ടെ. അങ്ങനെ പറ്റി ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇഹ്യാ ഉലൂമുദ്ദീന്റെ ഒന്നാമത്തെ ജുസിൽ അദ്ദേഹം പറയും ഈ മൈലാക്കന്മാരെ കുറിച്ച് യാ സഹാബികൾ ഉസൂറുക്കും ഖൈസരിയ വബുയൂത്തുക്കും കിസറിയ വഅസ്വാബുക്കും ലാഹിരിയ വഅഖ്ഫാഖുക്കും ജാലൂരിയ ومراكبكم قارونية وأوانيكم فرعونية فأين رسم المحمدية إلى شريعة المحمدية عند أصحاب قصوركم عند هوا قيصرية قيصر راجا عند കൊട്ടാരം ഉണ്ടാക്കിയ ദുബൈക്ക് പോയിട്ട് കലക്ഷൻ ആക്കിയിട്ട് അത് ശതമാനം എടുത്തിട്ട് പള്ളി കിട്ടുവാൻ നീ ഇടുന്ന ഡ്രസ് എടുത്തത് ഇങ്ങനെ നിന്റെ ഷൂർ ബയാനാക്കിയിട്ടില്ല. അങ്ങനെ കേട്ടില്ല. അതിന് ശരീരത്തിൽ എവിടുണ്ടോ ഇതിനിടയിലൊക്കെ ഒരാൾ ഫോണാക്കി ഞാൻ പറഞ്ഞ ഉള്ളിൽ തപ്പുണ്ടാക്കുക ഓർമ്മയില്ലായിരുന്നു. നീ ആരും അവന്റെ ഒരു ബരി ബരി എന്താക്കണം നിയമയാതെ ചെയ്തതിന് മടക്കിച്ചേക്കണം. ഇതുപോലെ വാരിസത്തിലും യൂട്യൂബിന്റെ പതിയെട്ടാക്ക് വേണ്ടി മൈലാന്മാരെ വിജയനാക്കി ഐക്യരാജ്യം ചെയ്തതാ. എന്റെ ഉമ്മര് ബാങ്ക് വാപ്പാസ് പോയിട്ട് പിന്നെ വന്നിട്ടാണ് പൈസ ഇങ്ങനത്തെ ഇവരുടെ ഇമാമത്തിന് കൂടി വെക്കോ എന്റെ അപ്പ കാര്യം അയാള് നോക്കിയിട്ട് ഈ പള്ളിക്ക് പണ്ടത്തെ കോഴികളുണ്ട് അറക്കാൻ വേണ്ടി മുപ്പരിക്കുന്ന കോഴികളുണ്ടെങ്കിൽ മുപ്പരിക്കുന്ന അറക്കണം. മുപ്പരികയില്ലെങ്കിൽ 1 മണിക്കൂർ താമസിച്ചാലും ഉസ്താദ് അറക്കല.
നോക്കി ഉണ്ടാക്കില്ല ഒക്കെ അല്ലേ. ഉസ്താദൊക്കെ നമ്മൾ കടപ്പത്തിലാണെന്ന് പഠിച്ചാൽ പോയി ഇറക്കി മൊയ്നാർ പോയി ഇറക്കില്ലെങ്കിൽ പോയിനാൾ തിരക്കടിച്ചിട്ട് കൊണ്ടുപോകണം. എന്നെ ചിരിക്കാത്ത അങ്ങനെ ഈ കോഴി മൊയ്ലാക്കന്മാർ ഇറക്കലില്ല. അത് എന്ത് ഞാൻ എൻ്റെ അർത്ഥത്തിൽ കേട്ട അയാൾ ചൊന്ന ഒരു ജവാബ് ഞാൻ മറക്കലില്ല. കണ്ടിട്ടു അയാളെ കണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അയാൾ ചെന്നത് അത് ഈ അറുക്കുന്ന സമയത്ത് മനസ്സിലാക്കണം. അറുക്കുന്ന ഇങ്ങനെ ആക്കുമ്പോ ആ കോഴിയുടെ ചോര കൂടെ കൂടും അല്ലേ? കൂടെ കൂടുമ്പോ അത് നിജീസ് ചോര. ആ നിജീസായ ചോരനെ ഒരു സമയത്ത് അയാള് തടിയിൽ വെച്ചത് കൊണ്ട് അത് ഹെർമത്തുകളായി പോകും. അതുകൊണ്ട് കൈകാട്ടി നാമത്തിൽ ഇപ്പൊ നല്ല ഇത് കൽക്കിക്ക് പോകുന്നു. മനസ്സിലായില്ലേ? നിജീസിൽ ആളുകളായി പോകും. നിസ്കരിച്ചതല്ല കൈവിന് പെട്ട അസലോട് ചോദിക്കില്ല. അത്തരത്തോളം ദുഷ്കമുള്ള ആലിമ്യങ്ങളെ പേര് വെച്ചിട്ടുണ്ടാക്കുന്നത്. ഞാൻ ആലിമാണ്, എന്ത് ആലിമല്ല, ആലിമല്ല. അങ്ങനെ എന്നോട് വിഷയം പറഞ്ഞിട്ട് ഞാൻ ചെയ്യുമ്പോൾ ഹൈക്കീമുണ്ട്. ഞാൻ കടപ്പത്തത ഹൈക്കീമുണ്ടായിരുന്നു. ചോദിച്ചു നോക്കി 22 ജമാഅത്തിന്റെ റെപ്രസെന്റ് ആയിട്ട് ഒരു തങ്ങ വന്നിട്ട് ഉള്ളാടുത്ത തങ്ങ, പുത്തൂർ തങ്ങ, മറ്റുള്ള എല്ലാ തങ്ങന്മാർക്ക് അയാളുടെ കയ്യിൽ മുട്ടിയിട്ടുണ്ട്. കൈമുട്ടിട്ടുണ്ട്. നാളെ ഒരുത്ത മാത്രം ഫുൾ ഒത്തിട്ടില്ല. അല്ലല്ല ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു 2 ദിവസം പുത്തൂർ തങ്ങനൊക്കെ കൊണ്ടാക്കി പറഞ്ഞ് അതിനൊന്നും അയാളെ കാരണം പറയണ്ട, അത് കാര്യമായ ഒഴിയുന്നു. അപ്പൊ പേടിച്ചൊക്കെ സാധ്യതയില്ല. ഞാൻ മെല്ലെ നോക്കാൻ വേണ്ടി പോയി. പോകുമ്പോ ഇങ്ങനത്തെ ഒരു വടി പിടിച്ചിട്ട് ഒരു കസാലയിൽ അടുപ്പിച്ചിട്ടുണ്ട്, ഇരുന്നിട്ടുണ്ട്. ഞാൻ ഒരു അസ്ലാമായിരിക്കുന്നു പറയുന്നു. അങ്ങനെ ഞാൻ നിസ്കരിക്കുമ്പോൾ എന്റെ കണ്ണന്റെ കയ്യിൽ തറക്കൂട് പൊടി അങ്ങനെ ഈ ഇതെല്ലാം എടുത്തിട്ട് ഞാൻ എന്താ വന്നത് കേട്ടു. ഒന്നുമില്ല, ഞാൻ തീർത്തിനൊന്ന് നിസ്കരിച്ചു പോകാം. എന്തിന് ജനുവരി ശതമാനം 2 കൊല്ലത്തിന് മുമ്പ് ഞാൻ കേരളത്തിലേക്ക് പോകുന്നു. ആ കേരളത്തിലേക്ക് പോകുന്ന സമയത്ത് മനോരമ പേപ്പറുണ്ട്. ആ മനോരമ എടുത്ത് ഞാൻ ഇങ്ങനെ മറിച്ചിട്ട് 2ാമത്തെ പേജ് നോക്കുമ്പോ ഈ കളപ്പൊട്ട കാണുന്നു. അതായത് ഈ തങ്ങള് അത് എന്തിന് ഹൈദർ മൗലവിന്റെ വീട്ടിൽ നിന്ന് 11 ലക്ഷം റുപ്യന്റെ 11,000 റുപ്യന്റെ പൊന്ന് കട്ടത്തിൽ ഒരു തങ്ങൾ ജയിലിൽ സാക്ഷിയായി. ഇത് ഇയാളെ നോക്കുമ്പോ ഈ ഫോട്ടോ നോക്കുമ്പോ അയാളെ അങ്ങനെ 40 നാള് ആ പേപ്പർ എത്തിയിട്ട് 42 കിട്ടിയിട്ടാണ്. ഈ പേപ്പർ കിട്ടിയ പോയിട്ട് അടിപിടിയിലാക്കി മുടിച്ചിട്ടല്ലേ ഒരു ചോദ്യം നോക്കുമ്പോൾ ആള് ക്രിസ്ത്യൻ. 22 ഇമാമായിട്ട് നിന്നാണ് പച്ച ക്രിസ്ത്യൻ. ഇയാളെ പറഞ്ഞ നാട്ടിൽ നമ്മൾ ഓർക്കിട്ടാക്കിട്ട് ഇതിനിപ്പം ചില പോയാൽ മാറി. ഞാനെന്തായാലും അന്ന് പോയിട്ട് അവിടെ എത്തില്ലെങ്കിൽ ആ നാട് അവിടെ അങ്ങനെയാണ് ദുബൈക്ക് പോയി. ദുബൈക്ക് പോകാക്കി അനുഷ്ഠാനിച്ചാണ്. അങ്ങനത്തെ ഈ പറയാൻ കഴിയുന്ന എന്നെ ഓയെന്ന് പേടിപ്പിച്ചാൽ പേടിക്കില്ല. അപ്പൊ ഞാൻ ഒരാളോട് പറഞ്ഞു, മൈതാറുണ്ട്, എനിക്കിങ്ങനെ ഒരു ഫോണ് വന്നിട്ടുണ്ട്. അതിന്നാളായിട്ട് ഞാൻ അധികം അറിയില്ല. അയാൾക്ക് പണിയുന്നത് ആ മൈതാറിൽ പറയാൻ നോക്കുമ്പോൾ അയാൾ പണിയുന്ന തന്നെ നീ അതേ നിന്റെ മക്കളെ കരയിൽ കത്താൻ വേണ്ടി നീ ഇങ്ങനെ ദാസ്ഥാനാക്കി വെക്കണ്ട.
ഒരു ആര്യനെ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു തെറ്റ് പിടിക്കുന്നുണ്ടെങ്കിൽ അടുത്ത് വന്നിരുന്ന് തെറ്റ് പിടിക്കണം. നീ മടക്കി പറയുന്നത് എന്നോട് പറയാനായിട്ടോ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരൻ, ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഫസാദായ കാലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കണ്ടിട്ട് പോകാനുള്ള ഉദ്ദേശത്തിൽ വന്ന സമയത്തിനെ അതുകൊണ്ട് അള്ളാഹു നിങ്ങളുടെ ഈ മനസ്സിലാണ് കുറെ വിഷയിച്ചുള്ള വിത്തിന് അള്ളാഹു ഈ നന്നാക്കണ്ടേ കുറച്ചവനെ ഈ മാനോടുകൊണ്ട് നിന്നെ പീഡനെ കുറച്ചവനെ ഈ നാട്ടിലെ എത്രയോ ചങ്ങന്മാർ അദ്ദേഹത്തിലോ പെണ്ണുങ്ങൾ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കിയ തങ്ങാണ്ടുണ്ടായ പരക്കാരനായി ചുറ്റുഭാഗത്തിൽ കുറെ മരിച്ചു പോയിട്ടുണ്ട്. അവർക്ക് കുത്ത് കൊടുക്കണേ കുറച്ചവനെ അവരെ കണ്ടിട്ട് എല്ലാ ദിവസവും ഒരുമിച്ച് കൂട്ടണേ റഹ്മത്തികയാ റഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.